ഈ പുഴയും കടന്നിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. തൻ്റെ അച്ഛനെ കബളിപ്പിച്ചതിന് ജയപാലിനെതിരെ പരാതിയുമായി കാവേരി നിവിനെയും കൂട്ടി സ്റ്റേഷനിലെത്തുകയാണ്. അരവിന്ദന്റെ ബന്ധുക്കളുടെ ആരോപണം മാത്രമാണിതെന്നും തക്കതായ തെളിവുകളില്ലെന്നും ഭൂമി ഇടപാട് സംബന്ധിച്ച കേസുകൾക്ക് കോടതിയിലാണ് പോകേണ്ടതെന്നും അവിടെയും തെളിവുകളാണ് പ്രധാനമെന്നും പറഞ്ഞ് കാവേരിയുടെ പ്രതീക്ഷകളെല്ലാം തല്ലിക്കെടുത്തുകയാണ്. എങ്കിലും അവൾ പരാതി നൽകുന്നുണ്ടെങ്കിലും അത് വാങ്ങിച്ചുകൊണ്ട് തനിക്ക് ഈ കേസിൽ പരിമിതികളുണ്ടെന്നും തനിക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യാൻ നോക്കാമെന്നും പറഞ്ഞ് അവരെ പറഞ്ഞയക്കുകയാണ്. പരാതി നൽകി പോവാൻ നേരം പരാതിയിൽ പറഞ്ഞ ജയപാലിന്റെ സഹോദരി റിസോർട്ട് ഉടമ രാജേശ്വരിയുടെ മകനല്ലേ നിവിൻ എന്ന് പോലീസ് ചോദിക്കുകയാണ്. അത് തന്റെ കുറ്റമല്ലല്ലോ സാറേ എന്ന് പറഞ്ഞ് നിവിൻ ദേഷ്യത്തോടെ കാവേരിയെയും വിളിച്ച് അവിടെ നിന്നിറങ്ങുകയാണ്. അവർ പോയി കഴിയുമ്പോഴേക്കും CI അവരുടെ പരാതി വായിച്ച ശേഷം ചവറ്റുകുട്ടയിലേക്ക് എറിയുകയാണ്. പിന്നീട് CI ജയപാലിനെ വിളിച്ച് കാവേരി പരാതിയുമായി എത്തിയതും തന്നെ വേണ്ട പോലെയൊന്ന് കാണണമെന്നും അവളുടെ പരാതി ചവറ്റുകുട്ടയിലേക്ക് എറിഞ്ഞിട്ടുണ്ടെന്നും ജയപാലന്റെ പെങ്ങൾ രാജേശ്വരിയുടെ മകൻ നിവിനും കംപ്ലൈന്റ് തരാൻ കൂടെ ഉണ്ടായിരുന്നുവെന്നും അവനിൽ ഒരു ശ്രദ്ധ വേണമെന്നും പറയുന്നുണ്ട്. പിന്നീട് നിവിന്റെ കൂടെ വീട്ടിലേക്കുള്ള യാത്രയിൽ കാവേരി സങ്കടത്തോടെ പൊട്ടിക്കരയുകയാണ്. അത് കണ്ട് നിവിനും വണ്ടി സൈഡൊതുക്കി നിർത്തി അവളെ ആശ്വസിപ്പിക്കുകയാ. കാവേരി എന്ന് വിളിച്ച് അവളുടെ തോളത്ത് കൈവയ്ക്കുമ്പോഴേക്കും അവൾ സങ്കടത്തോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വണ്ടിയിൽ നിന്നിറങ്ങുകയാണ്. നിവിനും കൂടെ ഇറങ്ങിച്ചെന്ന് അവളെ വീണ്ടും ആശ്വസിപ്പിക്കുന്നുണ്ട്. കാവേരി, കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചതല്ലേ, കാവേരിയുടെ കുടുംബത്തിന് നീതി കിട്ടും, ആ ഭൂമി തിരിച്ചു കിട്ടും എന്നൊക്കെ അവൻ ആശ്വസിപ്പിക്കുകയാ. കാവേരിയും കരഞ്ഞുകൊണ്ട് എനിക്കൊരിക്കലും നീതി കിട്ടാൻ പോകുന്നില്ല നിവിൻ, എനിക്കെന്റെ അച്ഛനെ മടക്കി കിട്ടോ, എന്നെ സ്കൂളിലേക്ക് എടുത്തുകൊണ്ട് പോയിരുന്ന അമ്മ വഴക്കു പറയുമ്പോഴും എനിക്ക് വേണ്ടി വാദിച്ചിരുന്ന, പിണങ്ങി മാറിയിരിക്കുമ്പോഴും ഒരു ഉരുള ചോറുമായി എന്നെ തേടിയെത്തിയിരുന്ന എന്റെ അച്ഛൻ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കിട്ടില്ലല്ലേ. എനിക്കറിയാം ജയപാലനല്ല നിവിൻ, അച്ഛൻ തന്നെയാ ഞങ്ങളെ ചതിച്ചത്, അച്ഛൻ തന്നെയാ. അച്ഛൻ മരിക്കുന്നതിന്റെ തലേ ദിവസം രാത്രി ഞങ്ങൾ സഹോദരിമാരെല്ലാം വലിയ സന്തോഷത്തിലായിരുന്നു. പിറ്റേന്ന് ഗംഗേച്ചിക്ക് ഇഷ്ടപ്പെട്ട പയ്യനുമായിട്ട് ഗംഗേച്ചിയുടെ നിശ്ചയം. ഞങ്ങൾ കല്യാണക്കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാ അച്ഛൻ വന്ന് കയറിയത്. ക്ഷീണം കൊണ്ടോ സങ്കടം കൊണ്ടോ അകത്തേക്ക് കയറാനാവാതെ വാതിൽ പടിയിൽ ഇരുന്നു പോയി അച്ഛൻ. താങ്ങി എഴുന്നേൽപ്പിച്ച് അകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾ ഓരോരുത്തരും ചോദിച്ചു എന്തേലും പ്രശ്നമുണ്ടോന്ന്. ഒരു പ്രശ്നവും ഇല്ലെന്നായിരുന്നു എല്ലാവരോടുമുള്ള മറുപടി. പിന്നെ അച്ഛൻ ഞങ്ങൾക്ക് എല്ലാം ഭക്ഷണം വാരി തന്നു. ആരോടും പറയാതെയാ രാത്രി മുറ്റത്ത് പോയിരുന്നത്. ഞാൻ പിന്നാലെ ചെന്ന് ഒരു ഷോള് കൊണ്ട് അച്ഛനെ പുതപ്പിച്ചു. മഞ്ഞുകൊണ്ട അച്ഛന് പനി വരുമെന്നായിരുന്നു എന്റെ പേടി. പിറ്റേന്ന് രാവിലെ തന്നെ ആ ശരീരത്തിൽ ജീവൻ ഉണ്ടാവില്ലെന്ന് അപ്പൊ ഞാൻ അറിഞ്ഞില്ലല്ലോ നിവിൻ എന്ന് പറഞ്ഞവൾ പൊട്ടിക്കരയുകയാ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലത്തേക്ക് തളർന്നു വീഴാൻ തുടങ്ങിയ അവളെ നിവിൻ ചേർത്ത് പിടിക്കുക. തന്റെ നെഞ്ചത്ത് കിടന്ന് പൊട്ടിക്കരയുന്ന കാവേരിയെ അവൻ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട്. ചുറ്റുപാട് നോക്കിക്കൊണ്ട് അവൻ കാവേരിയോടായി പറയുന്നുണ്ട്, കാവേരി പ്ലീസ് കാവേരി. അപ്പോഴാണ് ജയപാലനും വിശാലും കാറിൽ അതുവഴി വരുന്നത്. കാവേരിയെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന നിവിനെ കാണുന്ന വിശാൽ അച്ഛതെ നോക്കിയേ എന്ന് പറഞ്ഞ് ആ കാഴ്ച കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴും നിവിന്റെ നെഞ്ചത്ത് കിടന്ന് പൊട്ടിക്കരയുകയാണ് കാവേരി. കാവേരി കരയാതെ, എന്തു പറ്റി ഇയാൾക്ക്? കാവേരി കുറച്ചുകൂടി ബോൾഡ് ആണെന്നാ ഞാൻ കരുതിയതെന്നൊക്കെ നിവിൻ പറയുന്നുണ്ട്. വണ്ടി നിർത്തി അത് ശ്രദ്ധിക്കുന്ന ജയപാലനും ഡാ മക്കളെ വീഡിയോ എടുക്കടാ എന്ന് വിശാലിനോടായി പറയേ അവൻ തന്റെ മൊബൈലിൽ ആ വീഡിയോ പകർത്തുകയാണ്. നിവിൻ അപ്പോഴും കാവേരിയോടായി കരയാതെ കാവേരി, ദേ ഇങ്ങനെ കരഞ്ഞു കാണുന്നത് എനിക്ക് എന്ത് സങ്കടമാണെന്നറിയോ, നെഞ്ചു പൊട്ടുന്ന പോലെ തോന്നാ. കാവേരി, എന്ത് സങ്കടം വന്നാലും ഞാനില്ലേ കൂടെ എന്നു പറഞ്ഞവനെ അവളെ ചേർത്ത് പിടിക്കെ കാവേരിയും സങ്കടത്തോടെ കരയുകയാണ്. ജയപാലൻ അപ്പോഴേക്കും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന വിശാലിനോടായി ഇടാ മതിയിടാ, ഇനിയും കണ്ടുകൊണ്ടിരുന്നാലേ ചിരി പൂരിയെടുത്ത് 2 കൊടുത്തു പോവും എന്ന് പറഞ്ഞ് തന്റെ വണ്ടി എടുത്തു പോവുകയാണ്. നിവിൻ വീണ്ടും അവളോടായി പറയുകയാ, അച്ഛന്റെ നഷ്ടം ഞാൻ അറിയിക്കില്ല കാവേരി, അച്ഛൻ തന്നതിലും 1000 ഇരട്ടി സ്നേഹം തരും, ഈ കണ്ണൊന്നും നനയാതെ മുഖമൊന്നും വാടാതെ നോക്കിക്കോളാം ഞാൻ എന്നൊക്കെ പറഞ്ഞവൻ അവളെ ആശ്വസിപ്പിക്കുന്നതിനിടയിലാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാവേരിയും ഞെട്ടിപ്പിടഞ്ഞു മാറി നിവിൻ എന്തു പറ്റി എനിക്ക് ചോദിക്കുന്നത്. കാവേരി അച്ഛന്റെ കാര്യങ്ങൾ പറഞ്ഞ് കരയുകയായിരുന്നു. അതിനിടയിലെ ബോധം പോയതുപോലെ ശരീരം കുഴഞ്ഞു താങ്ങിയതാ എന്നവൻ പറയെ കാവേരിയും തന്റെ കണ്ണു തുടച്ചുകൊണ്ട് ആ രാത്രി ഇപ്പോഴും എനിക്കൊരു സ്വപ്നമാ നിവിൻ, അതോർക്കുമ്പോൾ അവസാനം അച്ഛനോടൊപ്പം ചിലവഴിച്ച നിമിഷങ്ങൾ ഞങ്ങൾ ഒന്നിച്ച് പാട്ട് പാടി ഡാൻസ് ചെയ്ത് അച്ഛനതെല്ലാം ഒരു പുഞ്ചിരിയോടെ കണ്ടിരുന്നു. ആ സമയത്ത് എന്റെ അച്ഛൻ ഉള്ളിൽ എന്തുമാത്രം നീറ്റൽ അനുഭവിച്ചിട്ടുണ്ടാവും നിവിൻ. താൻ പണം കൊടുത്ത തോട്ടം കൈവിട്ടുപോയ കാര്യം അച്ഛന് പറയാമായിരുന്നില്ലേ? തന്റെ കയ്യിലെ പണമെല്ലാം നഷ്ടപ്പെട്ടെന്നും സ്ത്രീധനം കൊടുക്കാൻ പണമില്ലാതെ വന്നാൽ ഗംഗേച്ചിയുടെ കല്യാണം മുടങ്ങിയേക്കുമെന്നും പറയായിരുന്നില്ലേ? പണമില്ലാത്തതിന്റെയോ പിടിപ്പുകേടിന്റെയോ പേരിൽ ഞങ്ങൾ ആരെങ്കിലും അച്ഛനെ കുറ്റപ്പെടുത്തുമായിരുന്നോ? ബാക്കിയുള്ളതെല്ലാം ജപ്തിയായാലും വിറ്റു തുലയ്ക്കേണ്ടി വന്നാൽ അച്ഛനെന്ന് വലിയ സ്വത്ത് ഉണ്ടാവുമായിരുന്നില്ലേ ഞങ്ങൾക്ക്? അച്ഛന് ജീവനോടെ കിട്ടിയാൽ മാത്രം മതിയായിരുന്നു നിവിനെ ഞങ്ങൾക്ക്.
ഞങ്ങൾ കൂലിവേല ചെയ്താലും നോക്കിയേനെ. അത്രയ്ക്കും പ്രാണനായിരുന്നു ഞങ്ങൾക്കച്ഛൻ. അതിനു പകരം തോട്ടത്തിന്റെ കാര്യം ആരോടും പറയാതെ ഉള്ളിലിട്ടോണ്ട് നടന്ന് ഹൃദയം പൊട്ടി മരിച്ചില്ലേ അച്ഛൻ? അതാ ഞാൻ പറഞ്ഞത്, അച്ഛൻ തന്നെയാ ഞങ്ങളെ ചതിച്ചതെന്ന്. ഹൃദയം തുറന്ന് സ്നേഹിക്കുമ്പോഴും ഞങ്ങളെ വേണ്ടത്ര മനസ്സിലാക്കിയില്ലെന്ന്. അത് കേൾക്കെ നിവിനും പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ആവില്ല കാവേരി. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാളുടെ ചതി ആ മനസ്സ് മരവിപ്പിച്ചിട്ടുണ്ടാവും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയിൽ. അതല്ലെങ്കിൽ ജയപാലൻ അങ്കിൾ തന്നെ വഴി എല്ലാം നേരെയാവുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും എന്ന് നിവിൻ അവളെ ആശ്വസിപ്പിക്കേ. ശരി നിവിൻ, നമുക്ക് തിരിച്ചു പോവാം എന്ന് കാവേരി പറയുക. ഇപ്പൊ നമ്മൾ വീട്ടിലേക്ക് പോകുന്നില്ല കാവേരി എന്നവൻ പറയേ. പിന്നെ എന്ന് അമ്പരപ്പോടെ കാവേരിയും. കാവേരിയുടെ ഈ വിഷമം മാറാൻ ഒരു ട്രീറ്റ്മെന്റ് എടുക്കാൻ പോകുന്നു എന്നവൻ പറയേ. ട്രീറ്റ്മെന്റോ എന്ന് കാവേരിയും. ഒരു ലോങ് ഡ്രൈവ്, മനസ്സൊന്ന് ശാന്തമാവട്ടെ എന്ന് നിവിൻ പറയേ. എങ്ങോട്ടായെന്ന് കാവേരിയും. നോ വെയർ എവരിവെയർ എന്ന് വേണമെങ്കിൽ പറയാം. എങ്ങോട്ടുമല്ല, പക്ഷേ പലയിടത്തും പോവാം എന്ന് നിവിൻ പറയേ. നിവിൻ എന്തിനാ വെറുതെ എന്ന് കാവേരിയും. ഒന്ന് വാടോ എന്ന് പറഞ്ഞ് നിവിൻ വണ്ടിയിലേക്ക് കയറുമ്പോഴേക്കും സങ്കടത്തോടെ ഒരു നിമിഷം നിന്ന് തന്റെ കണ്ണുനീരെല്ലാം തുടച്ച് കാവേരിയും വണ്ടിയിലേക്ക് കയറുകയാണ്. അവിടെ റിസോർട്ടിൽ രാജേശ്വരിയും തന്റെ ഹസ്ബൻഡിനെ കോൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇനിയിപ്പോ ഒഴിവ് കഴിവൊന്നും പറ്റില്ല സത്യേട്ടാ, വന്നേ പറ്റൂ. ഛത്തീസ്ഗഡിലെ ബിസിനസ് ഒന്നും സത്യേട്ടൻ കുറെ നാള് മാറി നിന്നു കരുതി പൊട്ടി തകർന്ന് വീഴാനൊന്നും പോകുന്നില്ല എന്ന് രാജേശ്വരി പറയുമ്പോഴേക്കും ജയപാലൻ തന്റെ കാറിൽ അങ്ങോട്ട് വരുന്നുണ്ട്. അത് ശ്രദ്ധിക്കുന്ന രാജേശ്വരിയും ശരി ഇനിയിപ്പോ വെച്ചോ, കുറച്ചു കഴിഞ്ഞ് ഞാൻ വിളിക്കും, അപ്പോ കോൾ എടുക്കാതിരിക്കരുത് എന്ന് പറഞ്ഞ് കോൾ വെക്കുകയാണ്. അപ്പോഴേക്കും ജയപാലൻ വിശാലിനെയും കൂട്ടി അങ്ങോട്ട് വരുന്നുണ്ട്. വാ വാ, നിനക്ക് ഈ വഴിയൊക്കെ ഓർമ്മയുണ്ടോ വിശാലെ? കുടിക്കാൻ എന്താ എടുക്കേണ്ടത്? ചായ, കോഫി, ജ്യൂസ് എന്തെങ്കിലും, അല്ലെങ്കിൽ പാൽപായസം എടുക്കാം. റിസോർട്ടിലെ ഫോറിനേഴ്സിന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാ എന്ന് രാജേശ്വരി പറയേ. ജയപാലൻ ദേഷ്യത്തോടെ കൊള്ളാം, പാൽ പായസം കുടിക്കാൻ പറ്റിയ മൂടാണേ, നിന്റെ ആന്റിക്ക് പറഞ്ഞു കൊടുറാ എന്ന് പറയേ. വിശാലിനോടായി എന്താ പ്രശ്നമെന്ന് രാജേശ്വരി ചോദിക്കുന്നുണ്ട്. അവൻ മറുപടി ഒന്നും പറയാതെ നിൽക്കേ. ജയപാലേട്ടാ എന്താ? വിശാലെ നീ പറ എന്ന് രാജേശ്വരി പറയുന്നുണ്ട്. ജയപാലനും എടാ നീ നിന്റെ ഫോൺ എടുത്തേ, അതങ്ങ് കാണിച്ചു കൊടുക്ക എന്ന് പറയേ. വിശാൽ നേരത്തെ എടുത്ത കാവേരിയുടെയും നിവിന്റെയും വീഡിയോ രാജേശ്വരിക്ക് കാണിച്ചു കൊടുക്കുക. കാവേരിയെ നിവിൻ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്ന ആ വീഡിയോ കാണേ രാജേശ്വരിക്കും ദേഷ്യം ഇരച്ചു കയറുന്നുണ്ട്. ജയപാലനും ദേഷ്യത്തോടെ കണ്ടല്ലോ രാജി, പലതവണ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതാ ആ വീട്ടുകാരുമായുള്ള സമ്പർക്കത്തിൽ നിന്ന് നിവിനെ വിലക്കണമെന്ന്. നീ അത് നിസ്സാരമാക്കി വിട്ടോ. അമ്മയും മോനും ഫ്രണ്ട്സ് ആണത്രേ. എന്നിട്ടിപ്പോ എന്തോ ആയി? അമ്മമാർക്കെ ആൺമക്കൾ എപ്പോഴും കുഞ്ഞായിരിക്കും, അവര് ചെയ്യുന്നതൊക്കെ കുസൃതിയുമായിരിക്കും. ഇതുപോലെ എരണം കെട്ട ഏതെങ്കിലും ഒരു പെണ്ണിനെ താലി കെട്ടിക്കൊണ്ടുവന്ന് മുന്നിൽ നിർത്തുമ്പോഴായിരിക്കും പഴയ കുസൃതിയൊക്കെ റിവൈൻഡ് ചെയ്ത് നോക്കാൻ മനസ്സുണ്ടാവത്തുള്ളൂ. അപ്പൊ ചുറ്റുമുള്ളവരൊക്കെ പറഞ്ഞതൊക്കെ പരദൂഷണമായിരിക്കില്ലെന്ന് അപ്പോഴേ ബോധ്യമാവത്തുള്ളൂ എന്ന് ജയപാലൻ പറഞ്ഞു നിർത്തേ. വിശാലും പറയുന്നുണ്ട്, ആന്റി നിവിൻ ചേട്ടന് രാഗിണി ചേച്ചിയോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് ഒരു ക്ലാരിറ്റി വേണം. നിവിൻ ചേട്ടനെ കാത്തിരിക്കുക രാഗിണി ചേച്ചി എന്ന് ജയപാലൻ വീണ്ടും പറയുന്നുണ്ട്. അതെ രാജി, ഇവൻ പറഞ്ഞത് ന്യായം. രാഗിണിയുടെ കാര്യത്തിൽ പലതവണയായി ഞാൻ ഇവിടെ കയറി ഇറങ്ങുന്നു. അക്കാര്യത്തിൽ ഇപ്പോഴും ഒരു ഉറപ്പില്ല. അവസാനം എല്ലാം വെള്ളത്തിൽ വരച്ച വരയാവോ? എല്ലാം കേട്ടു നിൽക്കുന്ന രാജേശ്വരിയും അത് രാജേശ്വരി പറഞ്ഞ വാക്കാ ജയപാലേട്ടാ, മാറ്റമുണ്ടാവില്ല. ഇത് വെറും കുട്ടിക്കളി. രണ്ടിനും ഓരോ പെട വെച്ചുകൊടുത്ത് നിവിന്റെ ചെവിക്ക് പിടിച്ചിങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരായിരുന്നില്ല ജയപാലേട്ടനെ? അതിനുള്ള അവകാശമുണ്ടല്ലോ എന്ന് രാജേശ്വരി ചോദിക്കേ. ജയപാലനും ഒരു ചിരിയോടെ അത് ശരി, ആർക്കാ രാജി നാണക്കേടെന്ന് ചോദിക്കുന്നുണ്ട്. എങ്കിൽ അവൾക്കൊരെണ്ണം കൊടുക്കായിരുന്നില്ലേ എന്ന് രാജേശ്വരി ചോദിക്കേ. നിവിൻ അടുത്ത് നിൽക്കുമ്പോഴോ? രാജി, ആ പെണ്ണും അവളുടെ വീട്ടുകാർ നിൽക്കുമ്പോഴേ നിവിൻ എങ്ങനെ പെരുമാറുന്നതെന്ന് നിനക്കറിയില്ല. അവനാ സംരക്ഷകൻ. എന്റെ പേരും പറഞ്ഞ് കാവേരിയെ ഇവിടെ ജോലിക്ക് വെച്ചത് അവനാ. എന്നിട്ടും ഞാനത് കണ്ടില്ലെന്ന് വെച്ചു. അവൾ സ്വന്തം വീട്ടിൽ ഹോം സ്റ്റേ തുടങ്ങിയതും നിന്നെ ചതിക്കുന്നതുമൊക്കെ നിവിൻ അറിയായിരുന്നല്ലോ. എന്നിട്ട് നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നമുണ്ടായപ്പോ അവൻ ആരുടെ കൂടെയാ നിന്നത് എന്ന് ജയപാലൻ ചോദിക്കേ. രാജേശ്വരി അന്ന് നിവിൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കയാ. അവൾ എന്നെ ഇഷ്ടമാണെന്ന് പറയുന്ന ആ നിമിഷം എന്റെ ഹൃദയത്തിന്റെ മാത്രമല്ല ഈ റിസോർട്ടിന്റെ കൂടെ ഉടമയായിരിക്കും കാവേരി എന്നവൻ പറഞ്ഞതോർക്കെ രാജേശ്വരിയും ദേഷ്യത്തോടെ നിൽപ്പാ. ജയപാലൻ വീണ്ടും പറയുന്നുണ്ട്, അത് മാത്രമല്ല രാജി, നിന്നോട് ഞാൻ പറയാത്ത പല കാര്യങ്ങളുമുണ്ട്. അരവിന്ദന്റെ വീട്ടിലെ ഏത് കാര്യം നടന്നാലും ശരി അവിടത്തെ കാര്യസ്ഥൻ നിവിനാ. അതെ, നമ്മുടെ ആ മങ്കൊമ്പിലെ ജയശ്രീയുടെ മകൻ സിനൂബിന്റെ കല്യാണാലോചന ഞാൻ ഗംഗയ്ക്ക് കൊണ്ടുവന്നതേ. അത് മുടക്കാൻ ഇവൻ എന്ത് ഉത്സാഹമായിരുന്നു. എന്നെ അവിടുന്ന് അപമാനിച്ച് ഇറക്കിവിടാൻ അവനും കൂടിയാ കൂട്ടുനിന്നത്. എന്നിട്ട് അതുകൊണ്ട് തീർന്നോ? സുജാതയുടെ വീടിന്റെ ഓട് പൊളിച്ചേ വിനീതിനെ അവിടുന്ന് ഇറക്കിക്കൊണ്ടുവന്ന് അവനും ഗംഗയുമായുള്ള കല്യാണം നടത്തിക്കൊടുത്തത് ആരാ? നിവിൻ. അശോകവനിയിൽ ബന്ദിയായ സീതയ്ക്ക് സന്ദേശവുമായിട്ട് പോവാൻ ഇവൻ ആരാ? ഹനുമാനോ എന്ന് ജയപാലൻ ചോദിക്കേ. ജയപാലേട്ടാ, ഞാനിതൊന്നും എന്ന് രാജേശ്വരിയും അറിയുന്നില്ല. പക്ഷെ ഓരോന്നറിയുമ്പോഴേ ഞാൻ സൂചന തരുന്നുണ്ട്. പല കാര്യങ്ങളും ഒരു മകനെ പറ്റി അമ്മ അറിയാൻ പാടില്ലാത്തതാ. ഒന്നൂടെ കേട്ടോ, അരവിന്ദന്റെ വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നതേ നീ കാശുമുടക്കി വാങ്ങിയ വണ്ടിയാ. അവരുടെ ഡ്രൈവറാ നിവിൻ.
എന്ന് ജയപാലൻ പറയേ, ജയപാലേട്ടാ ഞാൻ നിയന്ത്രിക്കാൻ നോക്കാഞ്ഞിട്ടല്ല, പലതവണ നോക്കി എന്ന് രാജേശ്വരിയും. അപ്പോ നീ പറഞ്ഞിട്ടും പ്രയോജനമില്ലെന്ന് മനസ്സിലായല്ലോ എന്ന് ജയപാലൻ ചോദിക്കേ, സത്യേട്ടനോട് വരാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്ന് രാജേശ്വരിയും. അത് കേൾക്കെ പൊട്ടിച്ചിരിച്ചുകൊണ്ട്, അതെ അളിയനെ ഛത്തീസ്ഗഡിലെ കച്ചവടം കഴിഞ്ഞിട്ട് വരാൻ നേരമുണ്ടോ? ഈ കാലവർഷത്തിന്റെ കാര്യം പോലെ വന്നു പോയാ പോയി. അതെ, ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ ആലോചിക്ക് രാജി എന്ന് ജയപാലൻ പറയേ, ജയപാലേട്ടൻ എന്ന ഒരു വഴി പറഞ്ഞു തരാൻ പറ്റുമോ നോക്ക്. എന്റെ തലയിലൊന്നും വരുന്നില്ലെന്ന് രാജേശ്വരിയും. ജയപാലനും പറയുന്നുണ്ട്, അവനോട് പറഞ്ഞിട്ട് അവൻ കേൾക്കുന്നില്ലെന്ന് വെച്ച് ഇതങ്ങനെ തുടരാൻ പറ്റുമോ? അപ്പൊ തടയാൻ വേറെ വഴി നോക്കണം. അഴിഞ്ഞാടാൻ അവൾ ഇറങ്ങി തിരിക്കാതിരുന്നാലും പോരെ എന്ന് ജയപാലൻ ചോദിക്കേ, അവളോട് സംസാരിക്കാനോ? അക്കാര്യം എനിക്ക് ആലോചിക്കാനേ വയ്യേട്ടാ, നമുക്കൊന്നും ഇടപെടാൻ പറ്റിയ ടൈപ്പല്ല അവള് എന്ന് രാജേശ്വരിയും. അതെ, അവളോട് സംസാരിക്കാൻ ആര് പറഞ്ഞു എന്ന് ചോദിച്ച് ഒരു പൊട്ടിച്ചിരിയോടെ നിൽപ്പാ ജയപാലനും. അവിടെ സ്നേഹതീരത്ത് വിനീത് ശാരദയോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. കേസിന് പോയിട്ടൊന്നും കാര്യമില്ലെന്നാ എന്റെ പരിചയത്തിലുള്ളവർ പറയുന്നത്. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും തെളിവ് വേണ്ടേ എന്ന് വിനീത് ചോദിക്കേ, എന്തൊക്കെയോ ചെയ്യാമെന്നും തോട്ടം തിരിച്ചു പിടിക്കാമെന്നുമാ നിവിൻ പറയുന്നത് എന്ന് ശാരദയും. നിവിനോ എന്ന് വിനീത് അമ്പരപ്പോടെ ചോദിക്കേ, നിവിൻ മോനാ ഇപ്പോ ആ കേസിനൊരു സഹായം എന്ന് ശാരദയും. എന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ല എന്ന് വിനീത് പറയേ, ഓ ചിലപ്പോ മോൻ അതൊന്നും മനസ്സിലാവില്ല എന്ന് വിചാരിച്ചിട്ടാവും അക്കാര്യങ്ങൾ കാവേരിയോടാ നിവിൻ സംസാരിക്കുന്നത്. രണ്ടാളും പഠിച്ചവരല്ലേ, അവരൊരുമിച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിക്കട്ടെ എന്ന് ഞാനും അങ്ങ് കരുതി എന്ന് ശാരദ പറയുമ്പോഴേക്കും രാജേശ്വരി തന്റെ കാറിൽ അങ്ങോട്ട് വന്നിറങ്ങുന്നുണ്ട്. ഇറങ്ങുമ്പോൾ തന്നെ മഹാനദി ഹോം സ്റ്റേ എന്ന ബോർഡ് കണ്ട് ദേഷ്യത്തോടെ നോക്കി നിൽപ്പാ രാജേശ്വരിയും. ശാരദ അവിടെ വിനീതിനോടായി പറയുന്നുണ്ട്, നിവിൻ മോൻ ആ ഭൂമിയുടെ ഉടമ ശിവരാജനെയും കൊണ്ട് വന്നതുകൊണ്ടാ നമുക്ക് പിടിച്ചു നിൽക്കാനെങ്കിലും പറ്റിയത് എന്ന് പറയേ. എന്നിട്ട് കാവേരി എവിടെയെന്ന് വിനീതും. കേസിന്റെ എന്തോ കാര്യത്തിന് പോയിരിക്കുകയാണെന്ന് ശാരദ പറയേ. ഗംഗയോ എന്ന് വിനീതും. അവൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, മോൻ വന്നിട്ട് അവള് വന്നില്ലായിരുന്നോ എന്ന് ശാരദ ചോദിക്കേ. ഇല്ലെന്ന് വിനീതും. അതുകൾക്ക് ഗംഗയെന്ന് നീട്ടി വിളിക്കുക ശാരദ. രാജേശ്വരി അപ്പോഴേക്കും നടന്നു വന്ന് ആ വീടിന്റെ മുറ്റത്തേക്ക് കയറാൻ തുടങ്ങിയിരുന്നു. എന്താ അമ്മയെന്ന് ചോദിച്ച് ഗംഗ അമ്മയുടെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും, വിനീത് വന്നത് അറിഞ്ഞില്ലേ നീ എന്ന് ശാരദയും. ഞാൻ തയ്ക്കുമായിരുന്നു എന്ന് ഗംഗ പറയുമ്പോഴാണ് കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേൾക്കുന്നത്. ഞാൻ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് ശാരദ എഴുന്നേൽക്കുന്നുണ്ടെങ്കിലും വേണ്ടമ്മായി ഞാൻ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് വിനീത് അങ്ങോട്ട് പോകുമ്പോഴേക്കും, എന്താടി നിനക്ക് എന്ന് ശാരദയും ചോദിക്കുന്നുണ്ട് ഗംഗയോട്. വിനീതേട്ടൻ നമ്മുടെ കാര്യങ്ങളൊന്നും അറിയാൻ താല്പര്യം കാട്ടുന്നില്ലമ്മേ, പിന്നെ വിനീതേട്ടൻ വരുന്നതും പോകുന്നതുമൊക്കെ ഞാൻ എന്തിനറിയണമെന്ന് ഗംഗയും. നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും കേട്ടോ എന്ന് ശാരദയും ദേഷ്യത്തോടെ അവളോടായി പറയുന്നുണ്ട്. വിനീത് സിറ്റ് ഔട്ടിലേക്ക് ചെല്ലുമ്പോഴേക്കും മുറ്റത്ത് നിൽക്കുന്ന രാജേശ്വരിയെ കാണുന്നുണ്ട്. നീ ഇപ്പോ ഇവിടെയാ താമസം എന്ന് രാജേശ്വരി ചോദിക്കേ. അതെ എന്ന് വിനീതും. എനിക്ക് അകത്തേക്ക് വരാവോ എന്ന് രാജേശ്വരി ചോദിക്കേ. വരണമെന്ന് വിനീത് പറയുമ്പോഴേക്കും രാജേശ്വരി അവന്റെ കൂടെ അകത്തേക്ക് കയറി ചെല്ലുകയാ. അവിടെ ഗംഗയെ വഴക്കു പറഞ്ഞുകൊണ്ടിരിക്കുക ശാരദ. അടങ്ങി ഒതുങ്ങി നിന്നോണം, നിന്റെ അഹങ്കാരമൊന്നും ഇവിടെ വേണ്ട എന്ന് ശാരദ അവളോടായി പറയുന്നത് കേൾക്കെ രാജേശ്വരിയും ഇത് ചെറുപ്രായത്തിലെ പറഞ്ഞു കൊടുക്കണമായിരുന്നു, എങ്കിലിപ്പോ നാട്ടുകാർക്ക് മെനക്കേടാവാതെ വന്നേനെ എന്ന് പറഞ്ഞു വിനീതിനോടായി ഇവിടെയല്ലേ നീ കെട്ടിയതെന്ന് ചോദിക്കുക. അതെ എന്നവൻ പറയാ. ഹോ അത്രയും സമാധാനം, ആ മരം കയറി ഇവിടില്ലേ എന്ന് ചോദിക്കെ ശാരദയും മുൻപോട്ട് വന്ന്, ഞാൻ എന്റെ മക്കൾക്ക് പേരിട്ടിട്ടുണ്ട്, അല്ലാതെ പട്ടമൊന്നും കൊടുത്തിട്ടില്ല എന്ന് പറയേ. അച്ഛനമ്മമാർക്ക് പേരിടാനേ പറ്റൂ, പട്ടം കൊടുത്ത് സ്വീകരിച്ച് ഏത് പേര് വിളിക്കണമെന്ന് തീരുമാനിക്കുന്നത് മറ്റുള്ളവരാ എന്ന് രാജേശ്വരിയും പറയുന്നുണ്ട്. ഓഹോ, മഹാ അഹങ്കാരികളായി തീരാൻ പോകുന്ന മക്കൾക്ക് അച്ഛനമ്മമാർ ഈശ്വരൻ എന്നും ഈശ്വരി എന്നുമൊക്കെ പേരിടുന്നത് അങ്ങനെ ആയിരിക്കും അല്ലേ? വിദ്യയും വിവരവും ഇരിക്കുന്നിടത്ത് പണം വഴില്ലെന്ന് രാധമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ നിനക്ക് ആ പേടി വേണ്ട രാജേശ്വരി. വിവരമില്ലാത്തോണ്ട് പണം ഒരിക്കലും കൈമോശം വരില്ല. പക്ഷേ ആ വിവരക്കേടും പണത്തിന്റെ ഹുങ്കുമൊക്കെ തീർക്കേണ്ടത് നാട്ടുകാരുടെ മുമ്പിലല്ല, പ്രത്യേകിച്ച് എന്റെ വീട്ടുവളപ്പിന് മുന്നിൽ. എന്റെ മക്കളെ വേണ്ടാത്തത് പറഞ്ഞ അടിച്ചിറക്കും ഞാൻ ഇവിടുന്ന്. അതുകൊണ്ട് വന്ന കാര്യം എന്താന്ന് വെച്ചാ പറഞ്ഞിട്ട് പോവാൻ നോക്ക് എന്ന് ശാരദ പറയേ. അവൾ ഇവിടെ കാവേരി എന്ന് വിനീതിനോടായി ചോദിക്കുന്നുണ്ട് രാജേശ്വരി. ഇവിടില്ല, പുറത്തു പോയെന്ന് വിനീതും. അഴിഞ്ഞാട്ടം എന്റെ മോന്റെ ഒപ്പമോ അതോ വേറെ ഏതെങ്കിലും പുളിങ്കൊമ്പിൽ പിടിച്ചോ എന്ന് രാജേശ്വരി ചോദിക്കുന്നവൾക്ക് ദേഷ്യത്തോടെ ഗംഗയും ഇറങ്ങിക്കോണം ഇവിടുന്ന് എന്ന് പറയേ. രാജേശ്വരിയും നിന്ന് തിളയ്ക്കാതെടി, ഒറ്റക്കാലിൽ തപസ് ചെയ്തിട്ട് ഇപ്പൊ കഴുത്തിലൊരു താലി വീണതല്ലേയുള്ളൂ എന്ന് ചോദിക്കേ വിനീതും പറയുന്നുണ്ട്. ആന്റി നിവിന്റെ അമ്മയാണെന്നുള്ള ബഹുമാനത്തിലാ ഇത്രയും നേരം ഞാൻ ക്ഷമിച്ചത്. ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയാനുള്ള കാരണം എന്താണെന്ന് ആന്റി പറഞ്ഞില്ലെങ്കിൽ അതേ രീതിയിൽ തന്നെ എനിക്ക് മറുപടി പറയേണ്ടി വരും. അത് കേൾക്കെ രാജേശ്വരിയും, ഓ നീയാണ് ഗൃഹനാഥൻ എന്നുള്ള കാര്യം ഞാൻ മറന്നു, എങ്കിൽ ഗൃഹനാഥൻ ഇതിനു സമാധാനം പറയേ എന്ന് പറഞ്ഞ് കാവേരിയും നിവിനുമൊത്തുള്ള ആ വീഡിയോ അവർക്ക് കാണിച്ചു കൊടുക്കുക രാജേശ്വരി. അത് കണ്ടവർ അമ്പരപ്പോടെ നോക്കി നിൽക്കേ. എന്തെങ്കിലും സമാധാനം പറയാനുണ്ടോ ആർക്കെങ്കിലും? AI ആണെന്നൊന്നും പറഞ്ഞ് തള്ളിക്കളഞ്ഞേക്കല്ലേ. ഇത് KI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ വെല്ലുന്ന
കാവേരീസ് ഇന്റലിജൻസ്. എന്റെ മകനെ പിടിച്ച് ജീവിതം സേഫാക്കാനുള്ള ബുദ്ധി എന്ന് രാജേശ്വരി പറയേ. രാജേശ്വരി അനാവശ്യം പറയരുത് കേട്ടോ എന്ന് ശാരദയും താക്കീതോടെ പറയുന്നുണ്ട്. അനാവശ്യമോ? അവൾ എന്റെ റിസോർട്ടിൽ ജോലിക്ക് വന്നത് എന്തിനായിരുന്നു ശാരദേ? ഞാൻ ഇവിടെ വന്ന് കൂട്ടിക്കൊണ്ട് പോയതൊന്നുമല്ല. അവൾ അങ്ങോട്ട് ജോലി അന്വേഷിച്ചു വന്നതാ. അവിടെ വെച്ച് അവനെ ആകർഷിക്കാനുള്ള അവസരങ്ങൾ ഇല്ലാതായതോടെ നടു റോഡിൽ വെച്ചായോ അഴിഞ്ഞാട്ടം എന്ന് രാജേശ്വരിയുടെ ചോദ്യം കേൾക്കെ ഞെട്ടിലോടെ നിൽക്കുന്ന ശാരദയെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.